കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. അതിൻ്റെ ഞെട്ടൽ മാറും മുമ്പ് മറ്റൊരു ആക്രമണം കൂടി. ഡെൻമാർക്കിലെ ഇസ്രായേലിൻ്റെ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു. നാറ്റോ രാജ്യമായ ഡെൻമാർക്കിലെ കോപ്പൻഹേഗിൽ സ്ഥിതി ചെയ്യുന്ന എംബസിക്ക് സമീപത്താണ് 2 സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഡാനിഷ് പോലീസ് സ്ഫോടനം നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സ്ഫോടനങ്ങൾ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇരട്ട സ്ഫോടനത്തിൽ ഇസ്രായേലി എംബസി ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഡാനിഷ് അധികൃതരിൽ വിശ്വാസമുണ്ടെന്നും അവർ സാഹചര്യം ശരിയായി കൈകാര്യം ചെയ്യുമെന്നും എംബസി അറിയിച്ചു. ഇസ്രായേലിന് നേർക്കുള്ള ഇറാൻ്റെ രണ്ടാമത്തെ നേരിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് ഇരട്ട സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 180ഓളം മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം ഇറാൻ അയച്ചത്. അയൽ രാജ്യമായ ജോർദാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ അവർ വെടിവെച്ചിട്ടെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US ദേശീയ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ പിന്നീട് അറിയിച്ചു. ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ സെൻട്രൽ ഇസ്രായേലിലെ ജാഫയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ വെടിവയ്പുണ്ടായി. വെടിവയ്പിൽ 8 പേരാണ് മരിച്ചത്. ഭീകരാക്രമണം നടന്നതെന്നാണ് വിലയിരുത്തൽ. വെടിവയ്പ് നടത്തിയ 2 പേരെ സുരക്ഷാസേന വധിച്ചു. ആയുധങ്ങളുമായി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യം ലഭിച്ചതിന് പിന്നാലെയാണ് 2 ആക്രമികളെ സുരക്ഷാസേന വധിച്ചത്. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ പ്രതികരണവും വന്നിരുന്നു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് നെതന്യാഹു പറഞ്ഞു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കും. ഈ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരും, നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാന് രംഗത്തെത്തി. ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകും. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും, ഇറാൻ വ്യക്തമാക്കി. US-നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക ഇടപെട്ടാൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നായിരുന്നു US-നുള്ള മുന്നറിയിപ്പ്. അതിനിടെ ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകാൻ US സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. ഇസ്രായേലിന് പിന്തുണയുമായി മധ്യപൂർവ്വ ദേശത്ത് US-ന് 40,000-ഓളം സൈനികരാണുള്ളത്. അതിനിടെ സെപ്റ്റംബർ 30-ന് റഷ്യൻ പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയനും തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധത്തിനും മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നതിനും ഇടയിലാണ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. ഇറാനും റഷ്യയും തമ്മിൽ അടുത്ത സഹകരണം വേണമെന്ന് പെസഷ്കിയൻ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇറാനെയും റഷ്യയും ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിന് അമേരിക്കയെ പെസഷ്കിയൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു.